അമ്മയുടെ മരണത്തിൽ നിന്ന് ഒരു പ്രകാരമൊന്ന് റിക്കവറായി വന്നതായിരുന്നു. ഒരുപാട് വിഷമം അനുഭവിച്ചുവെങ്കിലും അവൾക്ക് മനസ്സ് കൈവിട്ടൊന്നും പോയിരുന്നില്ല. ഇടയ്ക്കെങ്ങാനും ഒന്നോ രണ്ടോ വാക്ക് തന്നോട് സംസാരിച്ചാൽ തന്നെ താൻ പലപ്പോഴും മറുപടി പോലും കൊടുക്കില്ല. അതിനു മാത്രം എന്താണ് തനിക്ക് അവളോട് വിരോധമുള്ളത്? തന്നോടെന്തെങ്കിലും മോശമായി അവൾ പെരുമാറിയോ? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കി രുദ്രൻ അപ്പോഴും. ഹേയ്, ഒന്നുമില്ല. ഒരിക്കൽ പോലും എതിർത്ത് ഒരു വാക്കുപോലും വൈദേഹി തന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെയിരുന്നപ്പോഴാണ് തനിക്ക് വിവാഹാലോചന വരുന്നത്. അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ്റെ ഫോണിലേക്ക് കോൾ വന്നത്. അവരോട് സംസാരിച്ച ശേഷം അച്ഛനാണ് ഈ കാര്യം എല്ലാവരോടും അവതരിപ്പിച്ചത്. വലിയ ഭാവവ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു വൈദേഹിക്ക്. ആലോചിക്കങ്കിൾ, യോജിച്ചതാണെങ്കിൽ നമുക്കിത് നടത്തിവിടാന്നേ. താൻ കൈകഴുകിക്കൊണ്ട് നിന്നപ്പോഴാണ് അവൾ പറയുന്നത് കേട്ടത്. പിന്നീട് അങ്ങോട്ട് എല്ലാം വേഗത്തിലായിരുന്നു. പെണ്ണ് കാണൽ ചടങ്ങും ഒപ്പം തന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ വീട്ടിലേക്ക് വന്നതും ഇവിടെ നിന്ന് എല്ലാവരും അവിടേക്ക് പോയതും എല്ലാം വേഗത്തിൽ നടന്നു. പക്ഷേ ഒരു കാര്യം മാത്രം, എല്ലാത്തിൽ നിന്നും വൈദേഹി വിട്ടുനിന്നു. താൻ ഒഴികെ എല്ലാവരും നിർബന്ധിച്ചുവെങ്കിലും വിവാഹ നിശ്ചയത്തിനു പോലും അവൾ വന്നില്ല. എന്തെങ്കിലുമൊക്കെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവൾ ഒഴിവായി. ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു. ഒരു ഞായറാഴ്ച ദിവസം അമ്മയും അച്ഛനും കൂടി കുടുംബക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. താനെന്ന് ഉറക്കമുണർന്ന് ഫ്രഷായി ഇറങ്ങി വന്നതായിരുന്നു. എന്തോ കാര്യമായ ആലോചനയോടുകൂടി സെറ്റിയിൽ അമർന്നിരിക്കുകയാണ് വൈദേഹി. താൻ ഇറങ്ങി വരുന്നത് കണ്ടതും അവളുടെ മിഴികൾ ഒന്ന് പിടഞ്ഞു. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ചോദിച്ചുകൊണ്ട് താൻ ഡൈനിങ് റൂമിലേക്ക് നടന്നതും ഒരു തേങ്ങലാണ് കേട്ടത്. പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ നേർക്ക് എഴുന്നേറ്റ് പാഞ്ഞു വരുന്നവളെ. കരഞ്ഞുകൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് വീണതും വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ സംഭവമാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. അന്നും ഇതുപോലെയായിരുന്നു, ആരും വീട്ടിലില്ലാത്ത നേരം. ദേവേട്ടാ, കൂടുതലൊന്നും പറയാതെ കൊണ്ട് തന്നെ അല്പം കൂടി ഇറുക്കെ പുണർന്നു. എന്താ വൈദേഹി, നീ എന്തിനാണ് കരയുന്നത്? അവളെ അടർത്തി മാറ്റാൻ പാടുപെട്ടുകൊണ്ടാണ് ചോദിച്ചത്. കുറച്ചു സമയം അങ്ങനെ കിടന്ന് കരഞ്ഞപ്പോൾ അവൾക്ക് എന്തോ ആശ്വാസം പോലെ. താനും അതേ നിൽപ്പ് തുടരുകയാണ് ചെയ്തത്. അവളുടെ ഓരോ നോക്കിലും പ്രവൃത്തിയിലും എന്താണ് ആ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് വ്യക്തമായിരുന്നു. പതിയെ അവൾ തന്നെയാണ് അകന്നു മാറിയത്. വൈദേഹി, നീ എന്തിനാ കരയുന്നേ? അറിയില്ല ദേവേട്ട, അന്നത്തെ 13 വയസ്സുകാരിയിൽ നിന്നും നീ ഇതേവരെ ആയിട്ട് മാറിയിട്ടില്ല അല്ലേ? അവൻ ചോദിച്ചതും ആ മുഖത്ത് പല ഭാവങ്ങൾ വിരിഞ്ഞു. നോക്കു വൈദേഹി, ഒരിക്കലും ഞാൻ നിന്നെ ആ തരത്തിൽ കണ്ടിട്ടില്ല. ഇനിയും അതിനൊട്ട് സാധിക്കുകയുമില്ല. അതുകൊണ്ട് നീയും ഇതൊക്കെ പ്രായത്തിൻ്റെ ചാബല്യമായി കണ്ട് മറക്കണം. അതുമാത്രം എനിക്ക് നിന്നോട് പറയാനുള്ളൂ. വൈദേഹിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായവും അറിവും ആയെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. പറഞ്ഞു കഴിഞ്ഞതും അവൾ തന്നെ നോക്കി തലകുലുക്കി. സോറി ദേവേട്ട, എനിക്ക് വേണ്ട, ഇപ്പോൾ കൂടുതലൊന്നും പറയണ്ട. പോയി നല്ല കുട്ടിയായിട്ട് ഇരിക്ക്. അച്ഛനും അമ്മയും വരാറായി. അവളുടെ കവളിൽ മെല്ലെ ഒന്ന് തട്ടിയ ശേഷം ഒന്നും കഴിക്കാതെ കൊണ്ട് താൻ തിരിച്ച് റൂമിലേക്ക് പോന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സമാധാനമായിരുന്നു തനിക്ക് തോന്നിയത്. എന്നാലും ആ സമാധാനം പിന്നീടുള്ള ദിവസങ്ങളിൽ നഷ്ടപ്പെടുകയാണ് എന്നുള്ളത് അറിയാൻ താൻ വൈകിപ്പോയി. ഓരോ ദിവസം ചെല്ലുന്തോറും അവൾ ആ മുറിക്കുള്ളിൽ ഒതുങ്ങി. വിവാഹ ഒരുക്കങ്ങൾ ഒന്നൊന്നായി നടന്നപ്പോൾ അവളിൽ ആകെ ഒരുതരം നിർവികാരത. താൻ ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ യാതൊരുവിധ പരിചയവുമില്ലാത്ത ആളെ നോക്കും പോലെ തന്നെയാണ് നോക്കി നിന്നു. പതിയെ പതിയെ അവൾ മെൻ്റലി ഡെസ്പാവാൻ തുടങ്ങിയെന്നുള്ള ഞെട്ടിക്കുന്ന സത്യമാണ് താൻ ആദ്യം മനസ്സിലാക്കിയത്. അവളുടെ അമ്മയുടെ അതേ അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഡോക്ടർ പറഞ്ഞത് ഓർക്കും തോറും വല്ലാത്ത ഭയമായിരുന്നു. അത് ഒടുക്കം ഇത്രത്തോളം കൊണ്ടുവന്ന് എത്തിച്ചു. ഇരു കൈകളും തലയിലേക്ക് അമർത്തിയിരിക്കുകയാണ് രുദ്രൻ. ദേവേട്ട, പതിയെ ശബ്ദം താഴ്ത്തി വിളിക്കുന്നവളെ അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവിടെ വന്ന് കിടക്കാമോ? എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ. ചുണ്ടു പിളർത്തി പറയുന്നവളെ കണ്ടതും ദേഷ്യത്തോടെ എഴുന്നേറ്റു. നിനക്കെന്താടി ഇത്ര പേടി? കടുപ്പത്തിൽ അവൻ ചോദിച്ചു. അത് കള്ളന്മാര് വരുമേട്ടാ, എന്നെ പിടിച്ചുകൊണ്ടു പോയാലോ? ശബ്ദം താഴ്ത്തിയാണ് അവൾ അതും പറഞ്ഞത്. അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ റൂമിലേക്ക് കയറിപ്പോയി. പിന്നാലെ അവളും. റൂമിൽ തിരികെ കയറി വന്ന ശേഷം രുദ്രൻ വൈദേഹിയെ കനപ്പിച്ചൊന്ന് നോക്കി. കുറച്ച് അപ്പുറത്തായി പേടിയോടെ നിൽക്കുകയാണ് അവൾ. എന്താടി, വന്ന് കിടക്കുന്നില്ലേ നീ? അവൻ ശബ്ദമുയർത്തി. പേടിച്ചു വിളച്ച് അവൾ രുദ്രൻ്റെ അടുത്ത് വന്നു. ഞാനിവിടെ കിടക്കുന്നത് ദേവേട്ടന് ഇഷ്ടമാണോ? ഇല്ലെങ്കിൽ ദേ അവിടെ പോയി കിടന്നോളാം. സെറ്റിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വൈദേഹി പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി കിടന്നോ.
അവൻ നേരെ ബെഡിലേക്ക് കയറിയിരുന്ന ശേഷം ഇട്ടിരുന്ന കുർത്ത ഊരി മാറ്റി കസേരയിൽ ഇട്ടു. ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ, നീ കിടക്കുന്നുണ്ടെങ്കിൽ വന്ന് കിടന്നോ. അത് കേട്ടതും അവൾ ഓടി വന്ന് അവൻ്റെ അപ്പുറത്തായി കയറി കിടന്നു. മുറിയിൽ വെട്ടമണഞ്ഞതും അരണ്ട വെളിച്ചം പടരുന്നതുമൊക്കെ അവൾ അറിയുന്നുണ്ട്. രുദ്രനെ നോക്കി ചെരിഞ്ഞു കിടക്കുകയാണ് പെണ്ണ്. കുറേ സമയം ആ കിടപ്പ് കിടന്നതും അവൾ ഉറങ്ങിപ്പോയിരുന്നു. അവൻ ഇരു കൈകളും മാറിൽ പിണച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ച് കിടക്കുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. പെട്ടെന്നായിരുന്നു വൈദേഹി അവൻ്റെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചത്. മുഖം തിരിച്ചു നോക്കിയപ്പോൾ ഉണ്ട് അവനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നവളെ. ഹോ, ഇതെന്തൊരു വിധിയായിപ്പോയി എൻ്റെ ഈശ്വരാ, ഇങ്ങനെ ഒരു മാരണം. അവന് സങ്കടം വന്നുപോയി. രാവിലെ ആദ്യം ഉറക്കമുണർന്നത് വൈദേഹിയായിരുന്നു. രുദ്രനെ കെട്ടിപ്പിടിച്ചാണ് താൻ കിടന്നതെന്നോ അവനത് ദേഷ്യമായെന്നോ ഒന്നും ആ പാവത്തിന് അറിയില്ലായിരുന്നു. നേരെ എഴുന്നേറ്റ് അവൾ വാതിൽ തുറന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി. ഗൗരി ആൻറ്റി. ചായ എടുത്തുകൊണ്ടിരുന്ന ഗൗരി അവളുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. ഗുഡ് മോർണിംഗ്. കാലത്തെ എഴുന്നേറ്റല്ലോ ആൻറ്റിയുടെ വൈച്ചു. എനിക്ക് ചായ തരാമോ ആൻറ്റി? തരാം കേട്ടോ. മോള് ബ്രഷ് ചെയ്തില്ലല്ലോ, എന്നിട്ട് പോരെ? ആ മതി. ഗൗരി ചെന്നിട്ട് അവൾക്കൊരു ടൂത്ത് ബ്രഷ് എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു. റൂമിൽ ചെന്നിട്ട് പല്ല് തേച്ച് കുളിച്ച് ഈ വേഷമൊക്കെ മാറി വരണേ. ആ, ചായ ഇപ്പോൾ വേണോ അതോ കുറച്ച് കഴിഞ്ഞ് കുളിച്ച് വന്നിട്ട് മതിയോ? ഇപ്പോൾ വേണം. എന്നാ മോള് പോയി മുഖവും വായും കഴുകി വാ കേട്ടോ. ആ. അങ്ങനെ പറഞ്ഞുവെങ്കിലും അവൾ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോയി. രുദ്രൻ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. മാറി ഉടുക്കുവാനുള്ള തുണികളിരിക്കുന്ന സ്ഥലമൊക്കെ അവളെ ശിവ ഇന്നലെ കാണിച്ചു കൊടുത്തിരുന്നു. കൃത്യം അവിടെ ചെന്നിട്ട് കുറേയേറെ ഡ്രസ്സുകൾ തിരഞ്ഞു നോക്കി. എന്നിട്ട് ഒടുവിൽ അതിൽ നിന്ന് ഒരു ടോപ്പ് എടുത്തു. പല്ല് തേച്ച് കുളിച്ചു വേഷം മാറി ഇറങ്ങി വന്നപ്പോൾ ഉണ്ട് രുദ്രൻ ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നു. മുട്ടിന് മുകളിൽ മാത്രം ഇറക്കമുള്ള ഒരു ടോപ്പും ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്ന വൈദേഹിയെ അവൻ കടുപ്പത്തിൽ നോക്കി. ഇതിൻ്റെ അടിയിലിടുന്നത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശിവേച്ചിയോട് പോയി ചോദിച്ചിട്ട് വരാമേ. വാതിൽ തുറക്കാൻ പോയവളെ പിന്നിൽ നിന്നും പോയി പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ബെഡിലേക്കിട്ടു. എന്നിട്ട് ചെന്ന് ഒരു സ്കർട്ട് കണ്ടുപിടിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു. ഇതിട്ടിട്ട് വേണം ഇറങ്ങിപ്പോവേണ്ടത്, അല്ലാതെ തുണി ഉടുക്കാതെ കൊണ്ട് ഇറങ്ങിപ്പോയാലുണ്ടല്ലോ. നിനക്ക് നാണോ മാനോ ഒന്നും ഇല്ലേടി പുല്ലേ. അവൻ ശബ്ദമുയർത്തി. കട്ടിലിരുന്നു കൊണ്ട് തന്നെ പാവാട എടുത്തിട്ടിട്ട് അവൾ രുദ്രനെ നോക്കുക പോലും ചെയ്യാതെ താഴേക്ക് പോയി. ഒന്ന് ഫ്രഷ് ആയ ശേഷം രുദ്രനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നു. അപ്പോൾ അച്ഛൻ അവനോട് വൈദേഹിയെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുന്ന കാര്യം പറഞ്ഞു. പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോകാനാണ് എല്ലാവരും കൂടി തീരുമാനിച്ചത്. അതൊരു ആയുർവേദ മെഡിറ്റേഷൻ സെൻ്റർ ആയിരുന്നു. ഒപ്പം മെൻ്റലി ഡിസോർഡർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻ്റ് ഉള്ള ഇടവും കൂടിയാണ്. മാധവിൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് അവിടേക്ക് കൊണ്ടുപോകാൻ. എല്ലാവരും കൂടി പോകുവാനാണ് തീരുമാനിച്ചതെങ്കിലും ഒടുവിൽ രുദ്രനും വൈദേഹിയും കൂടി ഒറ്റയ്ക്ക് വന്നാൽ മതിയെന്ന് ഡോക്ടർ വ്യാസ് മാധവനെ അറിയിച്ചു. ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സും കൊണ്ടുവരണം എന്നായിരുന്നു അവർക്ക് കിട്ടിയ അറിയിപ്പ്. അതിൻ പ്രകാരം 10 മണിയോടെ ഇറങ്ങാമെന്ന് രുദ്രൻ പറഞ്ഞു. ശിവയാണ് അവൾക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ എടുത്തു മടക്കി ബാഗിൽ വെച്ചു കൊടുത്തത്. രുദ്രൻ്റെ ഒപ്പമാണ് പോകേണ്ടത് എന്നറിഞ്ഞതും അവൾക്ക് സങ്കടമായി. ശിവേച്ചി കൂടി വാന്നേ. ദേവേട്ടൻ്റെ ഒപ്പം ടൂർ പോകാൻ എനിക്ക് മടിയാ, പിന്നാലെ നടന്നു പറയുന്നുണ്ട് പെണ്ണ്. എടാ, ആദ്യം നിങ്ങൾ രണ്ടാളും കൂടി പൊയ്ക്കോ, പിന്നാലെ ചേച്ചി എത്താം പോരെ. ഒടുവിൽ അവളെ അങ്ങനെ പറഞ്ഞാണ് ശിവ സമാധാനിപ്പിച്ചത്. ആ പിന്നെ ദേ ഈ സിന്ദൂരമില്ലേ, ഇതെന്നും മോളിവിടെ തൊടണം കേട്ടോ. രുദ്രനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണേ. പറഞ്ഞുകൊണ്ട് ഒരല്പം സിന്ദൂരമെടുത്ത് നെറുകയിൽ തൊട്ടുകൊടുക്കുകയാണ് ശിവഗംഗ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് രുദ്രേട്ടനെ, ഒത്തിരി ഇഷ്ടം. ദേ ഇത്രയും ഇഷ്ടം. പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ കൈകൾ രണ്ടും ഇരുവശത്തേക്കായി നീട്ടി പിടിച്ചു കാണിച്ചു. അത് കണ്ടുകൊണ്ടാണ് രുദ്രൻ അവിടേക്ക് കയറി വന്നത്. പാവല്ലേടാ, എന്തൊരു വിധിയായിപ്പോയി ഈ കുട്ടിക്ക് വന്നത്. അത് പറയുകയും ശിവ കരഞ്ഞു. അയ്യോ ശിവേച്ചി, എന്തിനാ കരയുന്നേ? അവളുടെ കവളിലെ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റിക്കൊണ്ട് വൈദേഹി അവളെ കെട്ടിപ്പിടിച്ചു. കരയണ്ടാട്ടോ, നല്ല കുട്ടിയല്ലേ എൻ്റെ ശിവേച്ചി. അവളുടെ ഇരു കവളിലും മാറി മാറി മുത്തം കൊടുക്കുകയാണ് വൈദേഹി. എടാ, ഈ പാവത്തിനെ ഉപേക്ഷിച്ച് കളയല്ലേ, ഈശ്വരൻ പോലും ക്ഷമിക്കില്ലാട്ടോ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ വൈദേഹിയും കൂട്ടി പുറത്തേക്കിറങ്ങി. പൂജാമുറിയിൽ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ഗൗരിയും മഹിയും കൂടി അവളെ രുദ്രൻ്റെ ഒപ്പം യാത്രയാക്കിയത്. എങ്ങനെയെങ്കിലും വൈദേഹിയെ പഴയ സ്ഥിതിയിൽ എത്തിക്കണം, അത്രമാത്രമുള്ളായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ഒറ്റ വിചാരം, ഒറ്റ പ്രാർത്ഥന. സഞ്ജീവനി 10 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു ആയുർവേദ സെൻറ്റർ.
ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചതും അത് മറ്റൊരു ലോകം തന്നെയാണെന്ന് രുദ്രന് തോന്നി. നിറയെ വൃക്ഷങ്ങൾ, ഇടയ്ക്കെല്ലാം വേറെ എന്തൊക്കെയോ ചെടികൾ. അതെല്ലാം എന്തെങ്കിലും മരുന്നുകളായിരിക്കുമെന്ന് അവനും തോന്നി. ഒന്ന് രണ്ട് ആളുകളൊക്കെ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. മുഖം തിരിച്ചു നോക്കിയപ്പോൾ ഉറങ്ങുന്ന വൈദേഹിയെ കണ്ടു. പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുചെന്ന് വണ്ടി ഒതുക്കിയിട്ട ശേഷം രുദ്രൻ വൈദേഹിയെ തോളിൽ തട്ടി വിളിച്ചു. അവൾ കണ്ണു തുറന്ന് ചുറ്റിനും നോക്കി. "ഇതെവിടെയാ രുദ്രേട്ടാ?" "ഹോസ്പിറ്റലിൽ. നീ ഇറങ്ങി വാ." അവൻ മാധവിനെ ഫോണിൽ വിളിച്ച് ഇവിടെ എത്തിയ വിവരം പറഞ്ഞു. വെയിറ്റ് ചെയ്യൂ, ഞാൻ ഡോക്ടർ വ്യാസിനെ വിളിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു വിളിക്കാം." ആ നേരം കൊണ്ട് വൈദേഹി കാറിൽ നിന്നും ഇറങ്ങി. "അവിടെ നിന്നോണം, അനങ്ങാതെ." ചുറ്റിലും നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവളെ കണ്ടുകൊണ്ട് രുദ്രൻ ശബ്ദമുയർത്തി. "രുദ്ര, ആളിപ്പോൾ വരും. 5 മിനിറ്റ് കേട്ടോ." മാധവ് വീണ്ടും വിളിച്ചു. "ഓക്കെ, കുഴപ്പമില്ല, ഞങ്ങളിവിടെ പുറത്തുണ്ട്." ഫോൺ വെച്ച് തിരിഞ്ഞപ്പോൾ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ വേഗത്തിൽ നടന്നു വരുന്നത് കണ്ടു. "സാർ?" "യെസ്, ഡോക്ടർ വ്യാസ് പറഞ്ഞയച്ചതാണ്." "ഓക്കെ, എവിടെയാണ് ഡോക്ടറുടെ ക്യാബിൻ?" "കാണിച്ചു തരാം സാർ. അതിനു മുന്നേ സാറിൻ്റെ ബാഗൊക്കെ ഒന്നെടുത്ത് തന്നാൽ ഞാൻ റൂമിൽ കൊണ്ടുപോയി വെക്കാം." "ഓക്കെ. റൂമൊക്കെ റെഡിയായതാണോ?" "ഓ സാർ, എല്ലാം സെറ്റാണ്." ഡിക്കി തുറന്ന് 2 ബാഗുകൾ എടുത്ത് രുദ്രൻ വെളിയിലേക്ക് വെച്ചതും അയാൾ അതെടുത്തു. "വൈദേഹി, വരൂ." രുദ്രൻ വിളിച്ചതും അവൾ അവൻ്റെ ഒപ്പം നടന്നു. ചില മുറികളിൽ നിന്നുമൊക്കെ ഉച്ചത്തിലുള്ള ചിരിയും വർത്തമാനവുമൊക്കെ കേൾക്കാം. അതുപോലെ തന്നെ മറ്റു ചില ഇടങ്ങളിൽ നിന്ന് കരച്ചിലും. വൈച്ചു പേടിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചു നോക്കുന്നുണ്ട്. "രുദ്രേട്ടാ, എനിക്ക് പേടിയാവുക." അവൾ രുദ്രൻ്റെ വലം കൈയിൽ പിടുത്തമിട്ടു. "മോളെ, പേടിക്കണ്ടെന്നേ, അവരൊക്കെ ഇരുന്ന് കളിക്കുന്നതാ കേട്ടോ." ബാഗുകളും എടുത്തുകൊണ്ട് നടന്നു പോകുന്ന സെക്യൂരിറ്റി തിരിഞ്ഞു നിന്ന് അവളോട് പറഞ്ഞു. അപ്പോഴൊക്കെ വൈച്ചു രുദ്രനെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. എന്നാൽ രുദ്രൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നടന്നു. ഒക്കെ കണ്ടും കേട്ടും അവൾ വിറയലോടെ പോവുകയാണ്. ഡോക്ടർ വ്യാസ് നമ്പൂതിരി. ഒരു വലിയ ബോർഡ്. അടിയിൽ അയാളുടെ ക്വാളിഫിക്കേഷനൊക്കെ നീട്ടിപ്പിടിച്ച് എഴുതി വെച്ചിരിക്കുന്നു. പ്രായം കൂടിയ തടിച്ചു കുറുകിയ ഒരു മനുഷ്യനെ മനസ്സിൽ വരിച്ചുകൊണ്ട് കയറി വന്ന രുദ്രൻ ഞെട്ടിപ്പോയി. ഏറിയാൽ 30-32 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു വെളുത്ത തുടുത്ത സുന്ദരനായ ഒരു യുവാവ്. "ഹലോ രുദ്രദേവ്, വരൂ, ഇരിക്കൂ." "ഹലോ ഡോക്ടർ." രുദ്രനും ചിരിച്ചു. "മാധവ് വിളിച്ചു വെച്ചതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ദൂരം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തതുകൊണ്ട് മടുത്ത് കാണും അല്ലേടോ?" "ഹേയ്, ഇറ്റ്സ് ഓക്കെ ഡോക്ടർ." ഇതാരാ? എന്താണ് പേര്?" ഡോക്ടർ വ്യാസ് വൈച്ചുവിനെ നോക്കി ചോദിച്ചു. "വൈദേഹി." "അതെയോ, നല്ല പേരാണല്ലോ. അതിരിക്കട്ടെ, വൈദേഹിയുടെ ആരാണ് ഈ ഇരിക്കുന്ന രുദ്രൻ?" അയാൾ വീണ്ടും ചോദിച്ചു. "എൻ്റെ ഫ്രണ്ടാണ്." പെട്ടെന്ന് അവൾ പറഞ്ഞതും രുദ്രൻ ഒന്ന് പതറി. "ഓ, അത് ശരി. നിങ്ങൾ ഒരുമിച്ചാണോ പഠിച്ചത്?" "അല്ല, പിന്നെ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആയത്?" "രുദ്രേട്ടൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾ താമസിച്ചത്." "ഓക്കെ, അങ്ങനെയാണ് ഫ്രണ്ട്സ് ആയത് അല്ലേ? ശരി ശരി. വൈദേഹിയുടെ കല്യാണം കഴിഞ്ഞോ?" "ഈ താലിമാല കിടക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്." ഡോക്ടർ വ്യാസ് വീണ്ടും അവളോട് ചോദിച്ചു. "രുദ്രേട്ടൻ കെട്ടിത്തന്നതാണ്. എന്നെ പിടിച്ചുകൊണ്ടുപോയി അമ്പലമുറ്റത്ത് നിർത്തിയെ. എന്നിട്ട് ദേഷ്യപ്പെട്ട് ഇത് കെട്ടിത്തന്നത്." എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു, ഗൗരി ആൻറ്റിയും ശിവേച്ചിയും ഒക്കെ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് പറയുകയാണ് അവൾ. എല്ലാം കേട്ടുകൊണ്ട് ഡോക്ടർ വ്യാസ് അവളെ അടിമുടി നിരീക്ഷിച്ചു. ലയ." ഡോക്ടർ വിളിച്ചതും ഒരു സ്ത്രീ ഇറങ്ങി വന്നു. "വൈദേഹിയെ കൂട്ടിക്കൊണ്ടുപോയി റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ." "ഓക്കെ ഡോക്ടർ." "വൈദേഹി, ഈ ചേച്ചിയുടെ കൂടെ ചെല്ല്. ഞാൻ രുദ്രനെയും കൂട്ടി വരാമേ." "അത് വേണ്ട, രുദ്രേട്ടനെ കൂടാതെ ഞാൻ പോകില്ല." അവൾ വാശി പിടിച്ചു. "അങ്ങനെ പറയല്ലേ മോളെ, നല്ല കുട്ടിയല്ലേ. ഞങ്ങൾ പെട്ടെന്ന് വരാം, മോളിപ്പോൾ ചെല്ല്." ഡോക്ടർ വീണ്ടും അവളെ നിർബന്ധിച്ചു. "എനിക്ക് പേടിയാ ഡോക്ടർ, പ്ലീസ്." അവൾ പറഞ്ഞതും ഡോക്ടർ വ്യാസ് എഴുന്നേറ്റു. "ഓക്കെ, എന്നാ പിന്നെ ഞാനും കൂടി വരാം. രുദ്ര, നമുക്ക് വൈദേഹിയെ റൂമിൽ കൊണ്ടു ചെന്ന് വിട്ടാലോ?" "ഓക്കെ ഡോക്ടർ." അങ്ങനെ എല്ലാവരും കൂടി എഴുന്നേറ്റു.